സിസിലിയിലെ ഒരു കുലീന കുടുംബത്തിലാണ് ലൂസി ജനിച്ചത്. ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു. അമ്മ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവം വളർത്തി. മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മയുടെ ഉദ്ദേശം. എന്നാൽ മകൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാനായി നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അമ്മ രോഗബാധിതയായി. ഒരിക്കൽ ലൂസി അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് അഗാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം കാരണം ലൂസി ഉറങ്ങിപ്പോയി. അപ്പോൾ അഗാത്തി ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ അസുഖം ദൈവം സുഖപ്പെടുത്തും എന്ന സ്വപ്നത്തിൽ പറഞ്ഞു. ഈ സ്വപ്നത്തോടെ ലൂസി തന്റെ സമർപ്പണം ഒന്നുകൂടി ദൃഢമാക്കി. വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ലെന്നും ധനമെല്ലാം ദരിദ്രർക്ക് നൽകണമെന്നും ലൂസി നിശ്ചയിച്ചു. തന്റെ മരണശേഷം നിനക്ക് ഇഷ്ടമുള്ളതായിക്കോളൂ എന്ന് അമ്മ പറഞ്ഞുവെങ്കിലും ലൂസി അതിൽ താല്പര്യപ്പെട്ടില്ല. ഉടനടി തന്റെ സർവ്വവും വിട്ട് ദരിദ്രർക്ക് കൊടുത്തു. ലൂസിയുടെ കാമുകൻ ഈ നടപടിയിൽ എതിർത്തെങ്കിലും ലൂസി പിന്മാറിയില്ല. ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അയാൾ പാസ്കസ്യൂസിനെ അറിയിച്ചു. പാസ്കസ്യൂസ് പല ഭീഷണികളും മുഴക്കി പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്തുവാൻ ആനയിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു. എടുത്തിട്ടും പൊന്തിയില്ല. ചുറ്റും തീവച്ച് കൊല്ലുവാൻ കൽപ്പന കൊടുത്തിട്ടും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് തിരിയുമെന്ന് പറഞ്ഞ് അവളോട് ശിരസ് ഛേദിക്കാൻ തീരുമാനമായി. ക്രിസ്തു മതത്തിന് താമസിയാതെ തന്നെ സമാധാനം സംതൃപ്തമാകുമെന്ന് അവൾ പ്രഖ്യാപിച്ചു. അവളുടെ തൊണ്ടയിൽ ഒരു വാളിറക്കിയതോടെ അവൾ നിര്യാതയായി.